കുഞ്ഞുവാവൾക്ക് ഇതുപോലെ സ്വപ്നം കണ്ടുറങ്ങാനായിട്ട് നമുക്ക് തമിഴ് സ്റ്റൈലൊരു തൊട്ടിമുണ്ട് കെട്ടാം. ഈ കെട്ടുന്നുള്ള വളരെ സിമ്പിളാണ്. അപ്പം ചേച്ചി ഇതേ അഴിച്ച് കാണിച്ചു തന്നില്ല, അതേപോലെ തന്നെയാണ് കെട്ടണതും. ചില ഉണ്ണിമാവൾ ജനിക്കുമ്പോഴേ അവരുടെ തലയ്ക്ക് ഭയങ്കര നീളമായിരിക്കും അല്ലേ, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നീളമൊക്കെ മാറ്റി നല്ല ഷേപ്പുള്ള ഉരുണ്ട തല കിട്ടാനായിട്ടാണ് ഇങ്ങനത്തെ തൊട്ടിയിൽ കിടത്തുന്നത്. അത് മാത്രമല്ല കേട്ടാ, കുട്ടികൾ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഒരു തൊട്ടി കെട്ടാനായിട്ടേ ഒരു ഹുക്ക് മതിട്ടാ. ഇങ്ങനെ ഒരു കെട്ട് ഈ വടിയുടെ അടിയിൽ ഇടുന്നത് എന്തിനാ, നമ്മൾ ഉണ്ണിമാവകൾ എടുക്കുമ്പോഴേ ആ വടി അല്ലെങ്കിൽ നമ്മളെ തലയിൽ വന്ന് ഇടിക്കും. അപ്പം അതില്ലാണ്ടാക്കാനാണ് ഈ ചേച്ചി അങ്ങനെ ഒരു കെട്ട് കെട്ടിയത് കേട്ടോ. ഇനി സാധാരണ ഒരു കാവ്യമുണ്ട് എടുത്തുന്നിട്ട് അതിൻ്റെ രണ്ട് തലയൊന്നും ഇങ്ങോട്ട് വലിക്കൂട്ടാ, ഉണ്ണികൾ ഇഴുകി വരാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കോർത്തിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ച് ഉള്ളിൽ കൂടി ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള കെട്ടായിട്ടാ. ഇതാ ചേച്ചി കാണിച്ചു തന്നതാണ്. അപ്പം നമ്മൾക്ക് ഇത് ഈസി ആയിട്ട് കെട്ടാവുന്നതാണല്ലോ. ഈ തൊട്ടിമുണ്ടിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉണ്ണിമാവകൾ കുറേ നേരം കിടന്ന് ഉറങ്ങൂട്ടാ. ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ തൊട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അതിൽ കിടക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഈ ഒരു മുണ്ടിലുള്ള തൊട്ടിയിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. എത്ര നേരം വേണമെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.